Okay, question ആണ്. The area between x is equal to y square and x equal to 4 divided into two equal parts by the line x equal to a, find the value of a. Starting help ഇങ്ങനെയാണ്. നമുക്കറിയാം എക്സ് ഈക്വൽ ടു വൈ സ്ക്വയർ എന്ന് പറയുന്നത് എന്താണ്? ഒരു പരാബോളയാണ്. എക്സ് ഈക്വൽ ടു വൈ സ്ക്വയർ എന്ന് പറയുന്നത് എന്താണ്? ഒരു പരാബോളയാണ്. ആ ഒരു പരാബോളയുടെ ആക്സിസ് എക്സ് ആക്സിസ് ആണ്. അത് എക്സ് ആക്സിസിന് സിമെട്രിക് ആയിട്ടായിരിക്കും വരുന്നത്. വൈ ഈക്വൽ ടു എക്സ് സ്ക്വയർ വൈ ആക്സിസിന് സിമെട്രിക് ആയിട്ട് വരുന്നത് എക്സ് ഈക്വൽ ടു വൈ സ്ക്വയർ ഇതുപോലെ സിമെട്രിക് ആയിട്ടാണ് വരുന്നത്. ആൻഡ് എക്സ് ഈക്വൽ ടു 4 ഈസ് ഡിവൈഡഡ് ഇൻ ടു ടു ഈക്വൽ പാർട്സ് ബൈ ദ ലൈൻ എക്സ് ഈക്വൽ ടു എ. അപ്പം എക്സ് ഈക്വൽ ടു എ എന്ന് പറയുന്നത്, അതായത് എക്സ് ഈക്വൽ ടു 4 എന്ന് പറയുന്നതും വൈ സ്ക്വയർ ഈക്വൽ ടു എക്സ് എന്ന് പറയുന്നതും ഈ കാണിച്ചിരിക്കുന്ന ഏതാണ്? കോമൺ റീജിയൻ ആണ്. ഓക്കെ, ഈ കാണിച്ചിരിക്കുന്ന ഒരു കോമൺ റീജിയൻ ആണ്. ഈ കാണിച്ചിരിക്കുന്നത് നമ്മൾ ഇതുപോലെ ഈ ഷെയ്ഡ് ചെയ്തിരിക്കുന്ന റീജിയൻ ആണ് നമ്മളിവിടെ എന്ത് ചെയ്യുന്നത്? ഈ ഒരു റീജിയണിന് ഉള്ളിലുള്ള പാർട്ടിനെ പറ്റിയാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്? മെയിൻ ആയിട്ട് പറയുന്നത്. ഓക്കെ, ഈ കാണുന്ന റീജിയൻ. ഓക്കെ, അടുത്ത എന്താണ്? വൈ സ്ക്വയർ ഈക്വൽ ടു എക്സ്, എക്സ് ഈക്വൽ ടു 4, എക്സ് ഈക്വൽ ടു എ. അപ്പം ഈ ഏരിയയെ നമ്മൾ ഈക്വൽ ആയിട്ട് എന്ത് ചെയ്യണം? ഇക്വേറ്റ് ചെയ്യണം. ശ്രദ്ധിക്കുക, അതിനുവേണ്ടി നമ്മൾ ഇക്വേറ്റ് ചെയ്യുന്നത് എങ്ങനെയാണെന്നുള്ളത്. ഓക്കെ, അടുത്തത് ഇവിടെ ഒ ഇ ഡി എന്ന് പറയുന്ന ഏരിയയും ഇ എഫ് സി ഡി എന്ന് പറയുന്ന ഏരിയ എന്തായിരിക്കണം? ഈക്വൽ ആയിരിക്കണം. ഒ ഇ ഡി എന്ന് പറയുന്ന കർവിനണ്ടിലുള്ള ഏരിയ, കാരണം ഈ ഗ്രാഫ് സിമെട്രിക് ആണ്. ഇ എഫ് സി ഡി എന്നുള്ള ഏരിയ എന്തായിരിക്കണം? ഈക്വൽ ആയിരിക്കണം. സോ ഏരിയ അണ്ടർ ഒ ഇ ഡി എന്ന് പറയുന്നത് എത്രയായിരിക്കും? ഇന്റഗ്രൽ 0 to a y dx. ഓക്കെ, 0 to a y dx, കാരണം 0 to a f of x dx എന്ന് വേണമെങ്കിൽ നമുക്ക് എഴുതാം. ഓക്കെ, ആ കാണിച്ചിരിക്കുന്നതിന് പകരം വിച്ച് ഈസ് ഈക്വൽ ടു ഇന്റഗ്രൽ 0 to a f of x dx. അവിടെ എഫ് ഓഫ് എക്സ് എന്ന് പറയുന്നത് എത്രയാണ്? റൂട്ട് എക്സ് ആണ്. സോ അതിന് കറസ്പോണ്ടിങ് ആയിട്ടത് 0 to a റൂട്ട് എക്സ് ഡി എക്സ് എന്നുള്ളൊരു വാല്യൂ വരും. 0 to a റൂട്ട് എക്സ് ഡി എക്സ്, അതാണ് ഒന്നാമത്തെ ഏരിയ. ഇനി രണ്ടാമത്തെ ഏരിയ എന്ന് പറയുന്നത് എത്രയാണ്? ഓക്കെ, അടുത്തത് ഇ എഫ് സി ഡിയുടെ ഏരിയ. ഓക്കെ, ശ്രദ്ധിക്കുക, ഏതായിരിക്കും? ഇ എഫ് സി ഡിയുടെ ഏരിയ. അതെന്ന് പറയുന്നത് 0 to എ ടു 4 റൂട്ട് എക്സ് ഡി എക്സ്. അപ്പൊ ബേസിക്കലി ഇത്രയേ ഉള്ളൂ. എന്താണ്? 0 to a f of x dx എന്ന് പറയുന്ന ഏരിയയും വിച്ച് ഈസ് ഈക്വൽ ടു എ ടു 4 എഫ് ഓഫ് എക്സ് ഡി എക്സ് എന്നുള്ള ഏരിയയും കൂടെ എന്ത് ചെയ്യുക? ഇക്വേറ്റ് ചെയ്യുക. രണ്ട് ഇക്വേഷൻ കിട്ടും. രണ്ടിലും എ കോമൺ ആയിരിക്കും. എ എന്നുള്ളത് എന്ത് ചെയ്യുക? സോൾവ് ചെയ്യുക. അതിന് കറസ്പോണ്ടിങ് ആയിട്ട് നിങ്ങൾക്ക് അതിൻ്റെ സൊല്യൂഷൻ കിട്ടും. ഓക്കെ, സിംപ്ലിഫൈ ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് എ ഈക്വൽ ടു 4⁻²/3 എന്ന് കിട്ടും. നമ്മൾ പറഞ്ഞിരുന്ന ഏരിയ ബിറ്റ്വീൻ ദ എക്സ് ഈക്വൽ ടു വൈ സ്ക്വയർ ആൻഡ് എക്സ് ഈക്വൽ ടു 4, ഇതാണ് എക്സ് ഈക്വൽ ടു വൈ സ്ക്വയർ ബ്ലൂയിലുള്ളത്, എക്സ് ഈക്വൽ ടു 4 എന്ന് പറയുന്നത് യെല്ലോയിലുള്ളത്, എക്സ് ഈക്വൽ ടു എ മിഡിൽ ബ്ലാക്ക് ലൈന്. ഇതിനിടയ്ക്കുള്ള ഏരിയ ഈക്വൽ ആണെങ്കിൽ എന്താണ്? ഈ ഫസ്റ്റ് ഹാഫ്, ഇത് സിമെട്രിക് ഗ്രാഫ് ആയതുകൊണ്ട് 0 to a എഫ് ഓഫ് എക്സ് ഡി എക്സ് ഈക്വൽ ടു എ ടു 4 എഫ് ഓഫ് എക്സ് ഡി എക്സ് ആയിരിക്കും. എങ്കിലാണ് ഈ ഫസ്റ്റ് ഹാഫിൻ്റെയും സെക്കൻഡ് ഹാഫിൻ്റെ ഏരിയ എന്തായിരിക്കുന്നത്? ഈക്വൽ ആയിരിക്കുന്നത്. ഇനി നോക്കുക, 0 to a ഒ ഇ ഡി, ഇതാണ് ഒ, ഇതാണ് ഈ ഒ ഇ ഡിയുടെ ഏരിയ എന്ന് പറയുന്നത് എത്രയായിരിക്കും? 0 to a വൈ ഡി എക്സ്. വൈ എന്ന് പറയുന്നത് റൂട്ട് എക്സ് ഡി എക്സ് ആണ്. അവിടെ നമ്മൾ എങ്ങനെ സിംപ്ലിഫൈ ചെയ്യും? നമ്മൾ വിച്ച് ഈസ് ഈക്വൽ ടു ഇന്റഗ്രൽ 0 to a x⁻² ഡി എക്സ്. അത് x⁻² പ്ലസ് 1 ഡിവൈഡഡ് ബൈ 1/2 പ്ലസ് 1. x⁻³ x⁻³/2, സോ ദാറ്റ് ഈസ് 2/3 x⁻a/2. നമുക്കതിനെ സിംപ്ലിഫൈ ചെയ്ത് 2/3 x എത്രയായിരിക്കും? കാരണം ലോവർ ലിമിറ്റ് എത്രയാണ്? 0 ആണ്. ഈ ഒരു വാല്യൂ സിംപ്ലിഫൈ ചെയ്ത് കഴിയുമ്പോൾ 2/3 x⁻³ എന്ന് കിട്ടും. ഫണ്ടമെന്റൽ തിയറം അപ്ലൈ ചെയ്യുന്നതിന് വേണ്ടി 0യും ആദ്യം അപ്പർ ലിമിറ്റ് പിന്നെ ലോവർ ലിമിറ്റ് 0 ആണ്. അതാണ് ആദ്യത്തെ എന്തെന്ന് പറയുന്നത് എക്സ്പ്രഷൻ. രണ്ടാമത്തെ റീജിയൻ ഒ എഫ് സി ഡി എന്ന് പറഞ്ഞാൽ നമുക്ക് എത്രയായിരിക്കും? എ ടു 4 ആണ് നമ്മൾ എന്ത് ചെയ്യേണ്ടത്? ഇൻ്റഗ്രേറ്റ് ചെയ്യേണ്ടത്. അവിടെ നമ്മൾ ഇൻ്റഗ്രേറ്റ് ചെയ്യുമ്പം അതുപോലെ തന്നെ 2/3 x⁻³ എവിടുന്ന് ഇവിടം വരെയാണ്? എ ടു 4 ആണ്. അപ്പർ ലിമിറ്റ് വാല്യൂ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുമ്പം നമുക്ക് എത്ര കിട്ടും? 2/3 4⁻³ മൈനസ് a⁻³ എന്ന് കിട്ടും. അത് സിംപ്ലിഫൈ ചെയ്ത് കഴിഞ്ഞാൽ 2/3
4/1/2 എന്ന് പറഞ്ഞാൽ 2 കിട്ടും, ഹോൾ ക്യൂബ് മൈനസ് a/3/2 എന്ന് കിട്ടും. അത് സിംപ്ലിഫൈ ചെയ്യുമ്പോഴാണ് ഈ ഒരു ആൻസർ കിട്ടുന്നത്. ഓക്കെ, ഇനി ഇത് രണ്ടും കൂടി ഇക്വേറ്റ് ചെയ്യുക, രണ്ട് ഏരിയയും കൂടി ഈക്വൽ. ഇതെന്ന് പറയുന്നതാണ് ഇപ്പോൾ കിട്ടുന്നതെന്ന് പറയുന്നതാണ് രണ്ടാമത്തെ റീജിയൻ്റെ ഏരിയ. ഇതാണ് നമ്മുടെ രണ്ടാമത്തെ ഇക്വേഷൻ. 1ഉം 2ഉം കൂടി ഇക്വേറ്റ് ചെയ്യുക. 2/3 a/3/2 is equal to 2/3 8 minus a/3/2. രണ്ടും കൂടെ ആഡ് ചെയ്താൽ 2/3 2 ടൈംസ് എത്രയായിരിക്കും? 2/3 2/3 കൂടെ കട്ട് ചെയ്യുക. 2 ടൈംസ് a/3/2 is equal to 8. a/3/2 is equal to 4. സിംപ്ലിഫൈ a is equal to 4/2/3 എന്ന് പറഞ്ഞ് നമുക്ക് എന്ത് ചെയ്യാം? സിംപ്ലിഫൈ ചെയ്യാം. കാരണം a/3/2 ഈക്വൽ ടു 4 ആണെങ്കിൽ നമ്മൾ എന്ത് ചെയ്യുക? രണ്ട് സൈഡിലും റേസ് ടു എത്ര എടുക്കണം? 3/2 എടുക്കണം. രണ്ട് സൈഡിൽ റേസ് ടു 3/2 എടുക്കുമ്പോൾ ഇത് ക്യാൻസൽ ആയി പോകും. ഫൈൻഡ് ദി ഏരിയ ബൗണ്ടഡ് ബൈ ദ കർവ് x² ഈക്വൽ ടു 4y. അപ്പോൾ x² ഈക്വൽ ടു 4y എന്ന് പറഞ്ഞാൽ y ഈക്വൽ ടു x² 4 എന്നുള്ളത് ഇതുപോലെ അപ്വേഡ് ആയിരിക്കുന്ന ഒരു പരാബോളയാണ്. x ഈക്വൽ ടു 4y മൈനസ് 2, x ഈക്വൽ ടു 4y മൈനസ് 2 എന്ന് പറയുന്നത് ഇതുപോലെ എന്താണ്? ഒരു സ്ട്രെയിറ്റ് ലൈൻ ആണ്. ഓക്കെ അല്ലേ? അത് തമ്മിൽ ജസ്റ്റ് സ്റ്റാൻഡേർഡ് രീതിയിലോട്ട് നിങ്ങൾ എന്ത് ചെയ്താൽ മതി? കൺവേർട്ട് ചെയ്ത് എഴുതിയാൽ മതി. y ഈക്വൽ ടു x² 4 പരാബോളയുടെ ഗ്രാഫാണ്. ഇതെന്ന് പറയുന്നത് എത്ര കിട്ടും? 4y ഈക്വൽ ടു x പ്ലസ് 2. സോ y ഈക്വൽ ടു 1/4x പ്ലസ് 1/2. ഓക്കെ, ഇങ്ങനെയുള്ള രണ്ട് സ്റ്റാൻഡേർഡ് സ്ട്രെയിറ്റ് ലൈൻ ആണ്. ഇങ്ങനെയുള്ള ഏരിയ ബൗണ്ടഡ് ബൈ ആദ്യമേ നിങ്ങൾ റീജിയൻ ഷെയ്ഡ് ചെയ്തിട്ട് കോമൺ ആയിട്ടുള്ള റീജിയൻ കണ്ടുപിടിക്കണം. അടുത്തത് ഇന്റർസെക്ഷൻ പോയിന്റ് എന്ത് ചെയ്യണം? കണ്ടുപിടിക്കണം. എങ്ങനെയായിരിക്കും ഇന്റർസെക്ഷൻ പോയിന്റ് കണ്ടുപിടിക്കുന്നത്? ഈ രണ്ട് ഇക്വേഷനും കൂടെ എന്ത് ചെയ്യുക? സോൾവ് ചെയ്യുക. അതിന് കറസ്പോണ്ടിങ് ആയിട്ട് നമുക്ക് എന്ത് കിട്ടും? ഇന്റർസെക്ഷൻ പോയിന്റ്. ഇങ്ങനെ പോയിന്റ് എയും കിട്ടും, പോയിന്റ് ബിയും കിട്ടും. നമുക്ക് ഫൈൻഡ് ഏരിയ ബൗണ്ടഡ് ബൈ ദ കർവ് എന്നാണ് എന്ത് ചെയ്തിരിക്കുന്നത്? ചോദിച്ചിരിക്കുന്നത്. ഓക്കെ, ഇന്റർസെക്ഷൻ പോയിന്റ് കണ്ടുപിടിക്കുന്നതിന് വേണ്ടി രണ്ടും കൂടി ഇക്വേറ്റ് ചെയ്യുക. എത്രയായിരിക്കും? x² 4 ഈക്വൽ ടു x/4 പ്ലസ് 1/2 ഓർ 2/4. ഈ ഒരു ക്വാഡ്രാറ്റിക് ഇക്വേഷൻ സോൾവ് ചെയ്യുക. നമുക്ക് എക്സിൻ്റെ വാല്യൂ -1 എന്നും എക്സിൻ്റെ വാല്യൂ 2 എന്നും കിട്ടും. തന്നെ ഒന്ന് ചെയ്ത് നോക്കുക. അപ്പം നമുക്ക് എക്സിൻ്റെ വാല്യൂ കിട്ടിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ അതെന്ത് കൊടുത്താൽ മതി? ഫംഗ്ഷനിൽ ഇട്ട് കൊടുത്താൽ മതി. രണ്ട് ഇക്വേഷൻ ഇട്ട് കൊടുത്തു കഴിയുമ്പം അതിന് 2x കിട്ടുന്നതിന് കറസ്പോണ്ടിങ് ആയിട്ട് നമുക്ക് എന്ത് കിട്ടും? 2y കിട്ടും. അതാണ് പോയിന്റ് എ, പോയിന്റ് ബി. ഓക്കെ, ഇനി ഇതിന് കറസ്പോണ്ടിങ് ആയിട്ട് ഇവിടെ എന്ത് കണ്ടുപിടിക്കണം? കോമൺ ആയിട്ടുള്ള എന്ത് കണ്ടുപിടിക്കണം? ഏരിയ കണ്ടുപിടിക്കണം. ഓക്കെ, അങ്ങനെ ഇന്റർസെക്ഷൻ പോയിന്റ് കണ്ടുപിടിച്ചെന്ന് വിചാരിക്കുക. ഓക്കെ, ഈ ഒരു ഇന്റർസെക്ഷൻ പോയിന്റ് കണ്ടുപിടിക്കുക, ഈ ഒരു ഇന്റർസെക്ഷൻ പോയിന്റും ജസ്റ്റ് ഹിന്റ് ആണ് തന്നത്. കംപ്ലീറ്റ് സൊല്യൂഷൻ ഞാൻ പിന്നെ തരാം. ഇപ്പൊ ജസ്റ്റ് ബേസിക് ഐഡിയ. ഇന്റർസെക്ഷൻ പോയിന്റ് കണ്ടുപിടിക്കുക. അടുത്ത ഏരിയ എന്ന് പറയുന്നത് എന്തായിരിക്കും? നമുക്ക് രണ്ട് റീജിയനായിട്ട് എന്ത് ചെയ്യാം? കൺവേർട്ട് ചെയ്യാം. അതായത് OBAO എന്ന് പറഞ്ഞതായിരിക്കും. OBAO ഇങ്ങനെ കർവ്ഡ് റീജിയൻ ആണ്. ഇത് O, ഇത് B, ഇത് AO എന്ന് പറഞ്ഞാൽ OBCO. OBCO റൈറ്റ് സൈഡിലെ റീജിയനും. ഓക്കെ അല്ലേ? ഞാനത് കളർ കോഡ്. OBCO എന്ന് പറയുന്നത് എന്തായിരിക്കും? ഈ ഒരു റീജിയൻ. ഓക്കെ, നെക്സ്റ്റ് വൺ ഏതാണ്? OACO. OACO എന്ന് പറയുന്നത് ഈ ഗ്രീനിലുള്ള റീജിയൻ. അപ്പം OBCO കണ്ടുപിടിക്കുന്നതിന് വേണ്ടി എന്തായിരിക്കും? OMBC ടോപ്പിലുള്ള ഏരിയ ഏതായിരിക്കും? ടോപ്പിലുള്ള ഏരിയയിൽ നിന്നും ഏതാണ്? ഒരു ഗ്രാഫിന്റെ, അതായത് ടോപ്പിലെ ഗ്രാഫിന്റെ ഏരിയയിൽ നിന്നും, ഇവിടെ ടോപ്പിലെ ഗ്രാഫ് സ്ട്രെയിറ്റ് ലൈൻ ആണ്. OMBC ടോപ്പിലെ ഗ്രാഫിന്റെ ഏരിയയിൽ നിന്നും OMBO ബോട്ടത്തിലുള്ള ഈ ചെറിയ ഏരിയ എന്ത് ചെയ്യുക? സബ്സ്ട്രാക്ട് ചെയ്ത് കളയുക. അതായത് ഈ ഒരു ഏരിയ എന്ത് ചെയ്താൽ മതി? സബ്സ്ട്രാക്ട് ചെയ്ത് കളഞ്ഞാൽ മതി. സ്ട്രെയിറ്റ് ലൈനിന്റെ ഏരിയയിൽ നിന്നും കർവ്ഡ് ഗ്രാഫിന്റെ ഏരിയ എന്ത് ചെയ്യുക? സബ്സ്ട്രാക്ട് ചെയ്യുക. അതിന് കറസ്പോണ്ടിങ് ആയിട്ട് നമുക്ക് ഏത് ഏരിയ കിട്ടും? ഈ റെഡ് ആയിട്ടുള്ള ഏത് കിട്ടും? ഈ ഒരു ഏരിയ കിട്ടും. ഓക്കെ, അതേ രീതിയിൽ തന്നെ OCL ഇതിന്റെ രണ്ടാമത്തെ റീജിയന്റെ ഏരിയ കണ്ടുപിടിക്കാൻ എന്ത് ചെയ്താൽ മതി? ശ്രദ്ധിക്കുക. OACO എന്തായിരിക്കും? OACO ഈ ഗ്രീൻ റീജിയൻ ആണ്. OACO എന്ന് പറയുന്നത് ഏതാണ്? OACO എന്ന് പറയുന്നത് നമ്മുടെ ഗ്രീൻ റീജിയൻ ആണ്. ഈ ഗ്രീൻ റീജിയന്റെ ഏരിയ കണ്ടുപിടിക്കുന്നതിന് വേണ്ടി OLAC ഏതാണ്? OLAC L എന്ന് പറയുന്നത് ടച്ച് ചെയ്യുന്ന റീജിയൻ ആണ്. OLAC റീജിയൻ ടോപ്പിലെ ഏരിയ സ്ട്രെയിറ്റ് ലൈൻ്റെ ഏരിയയിൽ നിന്നും
OLAO എന്ന് പറഞ്ഞതാണ് OLAO ബോട്ടത്തിന്റെ ഏരിയ എന്ത് ചെയ്യുക, സബ്സ്ട്രാക്ട് ചെയ്യുക. അതിന് കറസ്പോണ്ടിങ് ആയിട്ട് നിങ്ങൾക്ക് ടോട്ടൽ ഏരിയ കിട്ടും. ഓക്കെ, അല്പം കൂടെ എൻലാർജ് ചെയ്തിട്ട് ഞാൻ ആ റീജിയൻ കാണിച്ചു തരാം. അപ്പോഴത്തേക്ക് നിങ്ങൾക്ക് അല്പം കൂടെ ക്ലിയർ ഐഡിയ കിട്ടും. ഏതായിരിക്കും? ടോപ്പിലെ ഗ്രാഫിൻ്റെ ഏരിയയിൽ നിന്നും സ്ട്രെയിറ്റ് ലൈൻ്റെ ഏരിയയിൽ നിന്നും ഈ ഒരു കർവിൻ്റെ താഴെയുള്ള ഏരിയ സബ്സ്ട്രാക്ട് ചെയ്ത് നമുക്ക് ഈ ഏത് കിട്ടും? ഇത് സബ്സ്ട്രാക്ട് ചെയ്ത് കഴിഞ്ഞാൽ ഗ്രീൻ ഏരിയ കിട്ടും. അതുപോലെ തന്നെ ഇതുപോലെ ഇവിടെ ഈ സ്ട്രെയിറ്റ് ലൈൻ്റെ ഏരിയയിൽ നിന്നും ഈ ഒരു കർവിന് താഴോട്ടുള്ള ഏരിയ സബ്സ്ട്രാക്ട് ചെയ്യുക. അതേതായിരിക്കും ആ ഏരിയ എന്ന് പറയുന്നത്? അതിവിടെ കാണുന്ന ഈ ഒരു ഏരിയ, ഈ കാണുന്നൊരു ഏരിയ സബ്സ്ട്രാക്ട് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ടോപ്പിലുള്ള എന്ത് കിട്ടും? ഏരിയ കിട്ടും. ഈ ഒരു ഗ്രീനിൻ്റെ ഏരിയ കിട്ടും. എന്നിട്ട് ഈ രണ്ട് ഏരിയയും കൂടെ എന്ത് ചെയ്യുക?